Hi everyone, it's me Prindo and welcome back to my new video. So finally നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഡെഡ് ആയിരിക്കുകയാണ്. സോ ഫൈനലി അപ്പോൾ ബാറ്ററി പുതിയ ഒരെണ്ണം വാങ്ങി. ഇത് ആമറോൺ ആണ്. ഇത് ആമറോണിൻ്റെ AP-BTZ9R എന്ന് പറയുന്ന ബാറ്ററിയാണ്. ആക്ച്വലി നമുക്ക് ഇതിന് മുമ്പത്തെ ബാറ്ററി ഈ സെയിം ബാറ്ററിയാണ്. അത് ഞാൻ വാങ്ങിച്ചത് 2021 ജാനുവരി 13 ഞാൻ ആ ബാറ്ററി വാങ്ങിച്ചത്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷത്തിന് ഒരു മാസത്തെ കുറവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം പീരീഡാണ് നമുക്കത് ലാസ്റ്റ് ചെയ്തത്. അപ്പം ഏകദേശം ഒരു 3 വർഷം അടുത്തായിട്ട് തന്നെ നമുക്കത് കിട്ടി. അപ്പം ഇപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി നമ്മൾ വാങ്ങിച്ചു. നമ്മൾ സെയിം ബാറ്ററി തന്നെയാണ് വാങ്ങിച്ചത്. കാരണം ഈ ആമറോൺ അല്ലെങ്കിൽ എക്സൈഡ് അതിലേതെങ്കിലും ഒന്ന് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ. അപ്പം ഞാൻ ആമറോൺ ചോദിച്ചപ്പം 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷത്തിന് മുമ്പായിട്ട് ബാറ്ററി ഡെഡ് ആവുകയാണെങ്കിൽ അവർ ഒരു ഇത്ര 45 to 50% വെച്ചിട്ട് ബാക്കിയുള്ള ദിവസം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇതിൻ്റെ ഫ്രഷ് ബാറ്ററിക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2400 സംതിങ് അങ്ങനെ ഒരു എമൗണ്ടാണ് വരുന്നത്. 2350 അല്ലെങ്കിൽ 400 രൂപ റേറ്റാണ് വരുന്നത്. അപ്പം എനിക്ക് ഇവിടെ ഷോപ്പിൽ ചോദിച്ചപ്പം അവരെനിക്ക് 1750 പ്ലസ് നമ്മുടെ പഴയ ബാറ്ററിയും കൂടെ കൊടുത്തു കഴിയുമ്പം പഴയ ബാറ്ററിയും പിന്നെ ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസും കൂടെ ചേർത്തിട്ട് 1750 രൂപയ്ക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ച ബാറ്ററിയാണ് നമ്മുടെ ആമറോണിൻ്റെ പ്രോ റൈഡർ AP-BTZ9R എന്ന് പറയുന്ന ബാറ്ററി. ഇതിന് 2 years വാറൻറ്റിയാണ് വരുന്നത്. ടോട്ടൽ 4 years ആണ് ഇതിൻ്റെ അല്ലാണ്ടുള്ള ഇത് വരുന്നത്. 2 years ആണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി, 2 years ആണ്. സോ ഇതിൽ റേറ്റ് എഴുതിയിട്ടുണ്ട് 2448 രൂപ, 2448 റുപ്പീസാണ് ഇതിൽ എഴുതിയേക്കുന്ന റേറ്റ്. അപ്പോൾ നമുക്കിത് 1750 രൂപയ്ക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ എക്സൈഡിലേക്ക് പോയില്ല. ചിലവർ പറയുന്നു എക്സൈഡ് കുറച്ചുകൂടെ ലൈഫ് കിട്ടുമെന്ന് പറയുന്നു. ബട്ട് കമ്പാരേറ്റീവ്ലി ഞാൻ അന്വേഷിച്ചപ്പം സർവീസിനാണെങ്കിലും എല്ലാത്തിനും കുറച്ചുകൂടെ നല്ലത് ആമറോൺ ആണ് എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഞാൻ ഓഫർ ഉള്ളതുകൊണ്ട് 1750 രൂപയ്ക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ആമറോൺ തന്നെ എടുത്തു. എനിക്ക് തോന്നുന്നു എക്സൈഡിൻ്റെ ഈ സെയിം മോഡലിന് ഏകദേശം 2400 രൂപ ആ ഒരു സെയിം റേറ്റാണ് വരുന്നത്. അപ്പം നമുക്ക് ബാറ്ററി മാറി. ഇപ്പം ഞാൻ ബാറ്ററി മാറാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റേ ബാറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഗോവ ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് കുറച്ച് ലോങ് റൈഡൊക്കെ പോകുമ്പം ഇനിയിപ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അത് അത്ര നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം റിസ്ക് എടുക്കാൻ വയ്യ. ഇനിയിപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പം അല്ലെങ്കിൽ പണി കിട്ടിയാലോ, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. കാരണം ഏകദേശം ഒരു 3 വർഷം അടുത്തായാലോ, അത്രയും നമുക്ക് ലൈഫ് കൂട്ടിയാൽ മതി ഒരു ബാറ്ററിയുടെ. അപ്പം നമുക്ക് പുതിയ ബാറ്ററി അതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പോൾ നമുക്കിനി ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് മെയിൻ സീറ്റിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത് 800-ൻ്റെ. ആദ്യം നമുക്ക് ബാക്ക് സീറ്റ് നമുക്ക് എടുക്കണം. ഇത് നമ്മുടെ വണ്ടിയുടെ പേപ്പറാണ്. ലൈക്ക് പിന്നെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, നമുക്കത് ലൂസാക്കണം. ഇതാണ് സീറ്റിൻ്റെ ലോക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററി. നമുക്ക് ഇത് ചെറിയൊരു ലോക്കുണ്ട്, ആ ലോക്ക് വയ്ക്കാം. ലോക്ക് അയച്ചു. സോ ഇതിന് നമുക്ക് 10-ൻ്റെ ഇതാണ് വരുന്നത്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇച്ചിരി പാടാണ്. നമുക്ക് 10-ൻ്റെ സ്പാനർ വെച്ചിട്ട് നമുക്ക് അയക്കാം. ഇത് നമ്മുടെ പുതിയ ഫോഗ് ലൈറ്റ് കൊടുത്തതിൻ്റെ ഇതാണ്. സോ ഇതാണ് നമ്മുടെ പഴയ ബാറ്ററി കേട്ടോ. നമുക്ക് പുതിയ ബാറ്ററി നമുക്ക് വെക്കാം.
ഫൈനലി നമ്മൾ ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇതിൻ്റെ ലോക്ക് ഇടാം. ലോക്ക് ഇട്ടു. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മൾ സീറ്റ് തിരിച്ച് റീഫിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സമയത്ത് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി സർവീസ് ചെയ്തായിരുന്നു. നമ്മൾ ഫോഗ് ലൈറ്റും നമ്മൾ ജനറൽ സർവീസും ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ സർവീസിന് പോകാൻ നേരത്താണ് ഈ ബാറ്ററി ഡെഡായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോഴും ചെറുതായിട്ടൊന്ന് പണി കിട്ടി. അന്നേരം പിന്നെ വേറെ ബാറ്ററി വെച്ച് സ്റ്റാർട്ടാക്കി. പിറ്റേ ദിവസം ചാർജായി നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് സർവീസ് കൊണ്ട് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പം ചാർജ് ആയില്ല. അപ്പം ഏകദേശം വെടി തീർന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ പോയിട്ട് വാങ്ങിച്ചത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മളങ്ങനെ ബാറ്ററി ഫിറ്റ് ചെയ്തു. വണ്ടി വർക്കിംഗ് ആണ്, കാര്യങ്ങളെല്ലാം. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന അത് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നാളെ നമുക്ക് കിട്ടും. അതുകൂടെ സെറ്റായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം പരിപാടിയെല്ലാം ഫിനിഷായി. സോ പുതിയ ബ്രേക്ക് പാഡ് ഇട്ടു. നല്ല ബ്രേക്ക് പാഡ് കേട്ടോ. DPയുടെ ബ്രേക്ക് പാഡ് നല്ല രസമുണ്ട്. നല്ല ബ്രേക്ക് പാഡാണ്. നല്ല പിടുത്തമുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. EBC ഒക്കെ ഉള്ള പോലെ ആ സെയിം ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോഗ് ലൈറ്റിൻ്റെയും പിന്നെ ജനറൽ സർവീസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത് കേട്ടോ. ഇത് യെല്ലോ വൈറ്റ്, പിന്നെ യെല്ലോയും വൈറ്റും മിക്സ്. പിന്നെ ഇതിൽ വരുന്നത് ബ്ലിങ്കിങ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്. നല്ല വട്ടം കേട്ടോ, നല്ല അടിപൊളി വട്ടമാണ്. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ പഴയ ബാറ്ററി. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചിനി കടയിൽ കൊണ്ട് കൊടുക്കണം. നമുക്ക് പുള്ളിക്ക് കൊടുത്തില്ലായിരുന്നു, ഇനി കൊണ്ട് കൊടുത്താൽ മതി. സോ അതൊക്കെയാണ് ബാറ്ററിയുടെ വില. ഞാൻ പറഞ്ഞല്ലോ 1750 രൂപ. എനിക്കത് ഓഫറിൽ കിട്ടിയതാണ്. ശരിക്കുമുള്ള റേറ്റ് 2400 രൂപയാണ് റേറ്റ്. മേ ബി ലൈക്ക് 2300 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രിൻറ്റോ. ബൈ.